ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ MS ധോണി 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ അപകീർത്തി കേസിൽ 10 വർഷത്തിനു ശേഷം വിചാരണ ആരംഭിക്കുന്നു. 2013 IPL വാതുവെപ്പ് വിവാദത്തിൽ തന്റെ പ്രതിച്ഛായയെ ബാധിക്കും വിധം വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനത്തിനും മാധ്യമ പ്രവർത്തകനും IPL ഉദ്യോഗസ്ഥനുമെതിരെയാണ് ധോണി അപകീർത്തി കേസ് ഫയൽ ചെയ്തത്. വിചാരണ നടപടികൾ ആരംഭിക്കാൻ ജൂലൈ 11 മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ധോണിയുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്താൻ അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി നിയമിച്ചു. കോടതിക്ക് പുറത്തുവച്ച് ധോണിയുടെ സാക്ഷിമൊഴി എടുക്കാനാണ് നിർദ്ദേശം. കോടതിയിലേക്ക് ധോണി എത്തിയാൽ വലിയ ആൾക്കൂട്ടം രൂപപ്പെടുകയും ഇത് കോടതി നടപടികൾ തടസ്സപ്പെടാൻ ഇടയാക്കുകയും എന്ന് വിലയിരുത്തുകയാണ് ഈ തീരുമാനം. 2014 സി മീഡിയ കോർപ്പറേഷൻ മാധ്യമപ്രവർത്തകനായ സുധീർ ചൗധരി, വിരമിച്ച IPS ഉദ്യോഗസ്ഥനായ G സമ്പത് കുമാർ, ന്യൂ നേഷൻ നെറ്റ്വർക്ക് എന്നിവർക്കെതിരെയാണ് ധോണി അപകീർത്തി കേസ് നൽകിയത്. ധോണിക്ക് വേണ്ടി സീനിയർ കൗൺസിൽ PR രാമൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കോടതിയുടെ എല്ലാ നടപടികളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ധോണി പറയുന്നു. വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾക്കായി ഈ വർഷം ഒക്ടോബർ 20 മുതൽ ഡിസംബർ 10 വരെ സമയം കണ്ടെത്താൻ സാധിക്കുമെന്ന് ധോണി കോടതി അറിയിച്ചു. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം MS ധോണിയും ഋതുരാജ് ഗെയ്ക്വാഡും ഫ്രാഞ്ചൈസി മാനേജ്മെന്റും കൂടിക്കാഴ്ച നടത്തിയതായാണ് റിപ്പോർട്ട്. സഞ്ജു സാംസനെ ചെപ്പോക്കിൽ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്കിടയിൽ ചർച്ചയായതായാണ് വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല. അതിനിടയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വിടാൻ അനുവദിക്കണമെന്ന് R. അശ്വിൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്.